صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ദന്തരോഗങ്ങളിൽ പഠിക്കുന്ന ഹദീസ് 57-ാമത്തെ ഹദീസ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്ക്, മിസ്വാക്ക് ചെയ്യാൻ അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. മഅ കുല്ലി വുളൂ, എല്ലാ വുളൂഇന്റെ കൂടെയും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, നസായി തുടങ്ങിയവരൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല്ല് തേപ്പുമായി ബന്ധപ്പെട്ട് 100ഓളം ഹദീസുകളുണ്ട്. ധാരാളം ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ് പല്ല് തേക്കുന്നതിൻ്റെ പ്രാധാന്യം. സഹീഹുകളിൽ തന്നെ ധാരാളം ഹദീസുകളുണ്ട്, അല്ലാതെയും ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. മനുഷ്യന് മൊത്തത്തിൽ ഉന്മേഷം നൽകുന്നതാണ് പല്ല് തേപ്പ്. മൊത്തം ശരീരത്തിന് ഉന്മേഷം വരും പല്ല് തേച്ചാൽ. രാവിലെ പല്ല് തേച്ചില്ലെങ്കിൽ മാന്യതയുള്ളവന് ചായ കുടിക്കാൻ കഴിയില്ല. കുട്ടികൾ അതിൽ നിന്നും വ്യത്യസ്തമാണ്. അത് കുട്ടികളുടെ പല്ലും മുതിർന്നവരുടെ പല്ലും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ശരിക്ക് പല്ല് കേടുവന്നതായി കൂടുതൽ കാണാൻ മുതിർന്ന ആൾക്കാരുതാണ്, കുട്ടികളുടേതല്ല. പറയുമ്പോൾ പല്ല് തേപ്പിൽ മുൻപന്തിയിലുള്ളത് മുതിർന്നവരാണ്, കുട്ടികളല്ല. എന്നാലും പല്ല് കേടുന്നതായി അധികം നമ്മൾ കാണുക കുട്ടികളുടെ പല്ലാണ്, അല്ല മുതിർന്നവരുടെ പല്ലാണ്. കുട്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യാനുസരണമുള്ള പല്ലുകൾ നൽകുന്നു. ജനിച്ചു വന്നപ്പോൾ ആർക്കും പല്ലില്ല. നമ്മളെപ്പോഴും പറഞ്ഞൊരു സംഗതി തന്നെയാണത്. ആരും പല്ലില്ലാതെ വന്നു, കാരണം പല്ലിൻ്റെ ആവശ്യമില്ല. ഉമ്മാൻ്റെ മുലടിക്കാനാണ്, അതിന് തൊണ്ണേ ആവശ്യമുള്ളൂ. പല്ലുണ്ടായാലേ ബുദ്ധിമുട്ട്, കടിച്ചാൽ കിട്ടൂല. അത് കടിക്കാതെയാണ് അത് കിട്ടുള്ളൂ. കുട്ടികൾ മുലപിടിക്കും പോലെ മുതിർന്നവർക്ക് മുലപിടിക്കാൻ കഴിയില്ല. കാരണം അത് തൊണ്ണുപയോഗിച്ചുള്ള ഒരു പ്രത്യേക മെക്കാനിസമാണ് മുലപിടിക്കണതിന്. അത് കുട്ടികൾക്ക് അറിയുള്ളൂ. വലിയൊരു വലിച്ചിട്ട് ചങ്കും കുരലൊക്കെ വേദന ആകുക എന്നല്ലാതെ പാലയൊന്നും പോരില്ല. വല്ലാതെ പിടിച്ചു വലിച്ചാൽ കുറഞ്ഞൊക്കെ പോരെ എന്നല്ലാതെ കുട്ടികളിങ്ങനെ തൊടുമ്പോത്തിന് പാലിങ്ങനെ ഷാറായിട്ട് പോകുന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് തൊണ്ണുപയോഗപ്പെടുത്തിയുള്ള ഒരു പ്രത്യേക മെക്കാനിസമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് പല്ലിൻ്റെ ആവശ്യമില്ലാത്തതിനാൽ അല്ലാഹു തആല കൊടുത്തില്ല. ആവശ്യാനുസരണമാണ് പ്രപഞ്ചത്തിലെ എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളുടെയും വിതരണം. 3 സെന്റ് താമസിക്കുന്ന ഒരാൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം ഒരു കൊല്ലത്തിൽ അള്ളാഹു അവിടെ വർഷിപ്പിക്കും. ഓനത് മുറ്റത്ത് കട്ട വിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് അത് പറഞ്ഞയച്ചത് കൊണ്ട് ഓന് വെള്ളമില്ലാതെ പോയതാണ്. വാസ്തവത്തിൽ ഓന് കുടിക്കാനുള്ള വെള്ളം അള്ളൊരു കൊല്ലം അവിടെ വർഷിപ്പിക്കുന്നു. അങ്ങനെ പ്രപഞ്ചത്തിൽ ആവശ്യമായ എല്ലാ വസ്തുക്കളുടെയും യഥാസമയ വിതരണം അല്ലാഹു തആല നടത്തുന്നുണ്ട്. ഇപ്പം മാങ്ങ തിന്നേണ്ട കാലാണ്. അപ്പം എല്ലാ മൂച്ചിമി അല്ലാഹു തആല മാങ്ങ ഉണ്ടാകും. കുറച്ച് മുമ്പ് ചക്ക തിന്നേണ്ട കാലമായിരുന്നു. അപ്പോൾ എല്ലാ പിലാവിലും ചക്ക ഉണ്ടാവും. തേങ്ങ എല്ലാ കാലത്തും തിന്നേണ്ടതായതിനാൽ എല്ലാ കാലത്തും തേങ്ങയുണ്ടാവും. ഇങ്ങനെയാണ്. ഈ ആയുർവേദത്തിലെ കർക്കിടകക്കഞ്ഞി എന്നൊരു കഞ്ഞിയുണ്ട്. അതിനെ തിബ്ബുൻ നബവി നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ കാരണം കഴിഞ്ഞ വർഷത്തെ ധാന്യമാണ് എന്നതാണ്. പഴകിയ ധാന്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരൊറ്റ കാരണമൊന്നുമല്ല, ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇക്കൊല്ലത്തെ വിളവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അരി, അതാണ് അല്ലാഹു തആല ഈ കൊല്ലത്തേക്ക് നൽകിയിട്ടുള്ളത്.
ഓരോ വർഷത്തേക്കും ആവശ്യമായ ധാന്യങ്ങൾ അതാത് വർഷങ്ങളിൽ അല്ലാഹു തആല നൽകുന്നുണ്ട്. ധാന്യം എന്ന് പറയുന്നത് തന്നെ മൃതകോശങ്ങളെ സജീവമാക്കാനുള്ളതാണ്. മരിച്ചു കിടക്കുന്ന ഭൂമിയെ ഹയാത്താക്കുന്നത് എന്ന തരത്തിലാണ് ഖുർആൻ ധാന്യത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഭൂമി മരിച്ചു പോകുന്നു, മഴ വർഷിക്കുമ്പോൾ അത് വീണ്ടും ഹയാത്തായി അതിൽ നിന്ന് പുല്ലുപുഷ്പങ്ങൾ മുളച്ച് ധാന്യങ്ങൾ ഉണ്ടായി നിങ്ങൾക്ക് ഭക്ഷണമുണ്ടാകുന്നു എന്നാണ്. അപ്പോൾ മരിച്ചതിനെ ഹയാത്താക്കുന്നത്, അപ്പോൾ ശരീരത്തിൽ മരിച്ച മൃതകോശങ്ങളെ വീണ്ടും സജീവമാക്കാൻ വേണ്ടിയാണ് ധാന്യഭക്ഷണം ഉപയോഗപ്പെടുത്തുന്നത്. അത് ഓരോ കൊല്ലത്തെയും അതാത് വർഷങ്ങളിൽ ഉപയോഗിക്കുന്നതിനാണ് ഫലം കൂടുതലുള്ളത്. പുതിയത് നേരെ ഗോഡൗണിക്ക് മാറ്റിയിട്ട് പഴയതെടുത്ത് ഉപയോഗിക്കുക, പിന്നെ പുതിയത് കുറേ കാലം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. അങ്ങനെയാണ് നിലവിലുള്ള ഗോഡൗൺ സിസ്റ്റം. പുതിയതവിടെ വെക്കും, പഴയത് ഉപയോഗിക്കും. പക്ഷെ അള്ളാഹ് വിതരണം ചെയ്യുന്നത് ഓരോ കൊല്ലത്തേക്കും ആവശ്യമായത് അതാത് വർഷങ്ങളിലാണ്. അപ്പം അതാത് വർഷങ്ങളിൽ നെല്ല് കൊയ്ത് കൊണ്ടുവന്ന് അത് മെതിച്ച് അത് ചേറിയുണ്ടാക്കി കുത്തി കഞ്ഞി വെച്ച് അന്ന് തന്നെ കുടിച്ചിരുന്നവരുടെ ആരോഗ്യം പിൽക്കാലക്കാർക്ക് ഇല്ലാതെയായി. കാരണം അള്ളാഹ് അക്കൊല്ലത്തെ ആ മാസത്തിലേക്ക് കൊടുത്തത് ആ മാസം തന്നെ ഉപയോഗിച്ചു എന്നത് അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ രഹസ്യം തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അധിക സാധനങ്ങളും മുക്കുവൻ കടലിൽ പോയി മീൻ പിടിച്ച് കൊണ്ടുവന്ന് കിട്ടുന്ന മത്സ്യം അന്ന് ഉപയോഗിക്കാനുള്ളതാണ്. സ്വാഭാവികമായുള്ള യാത്ര ഒക്കെ പൊന്നാനിയിൽ നിന്ന് നിലമ്പൂർക്ക് എത്താനുള്ള യാത്രാ ദൈർഘ്യം ഒക്കെ, അല്ലാത്തത് അള്ളാഹുവിൻ്റെ കണക്കിൽപ്പെട്ടതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാത് ദിവസങ്ങളിൽ പിടികൊടുക്കുന്ന മീൻ അതാത് ദിവസങ്ങളിൽ കഴിക്കാനുള്ളത് തന്നെ. ഇങ്ങനെ ഓരോന്നും സാന്ദർഭികമായുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ പല്ലിനെ കുറിച്ച് പറഞ്ഞതാണ്. കുട്ടികളുടെ പല്ലും മുതിർന്നവരുടെ പല്ലും തമ്മിൽ വ്യത്യാസമുണ്ട്. കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പല്ലാണ് വേണ്ടത്. ഇനി കേടുവരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കേടുവരുമ്പോൾ അല്ലാഹു തആല മാറ്റി പുതിയ പല്ലുകൾ നൽകുന്നു. ഓരോ പല്ല് സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്. അല്ലാഹു തആലക്ക് ആദ്യം തന്നെ ഒരു സെറ്റ് പല്ലുന്ന അങ്ങനത്തെ കൊടുത്ത് പിന്നെ ഒരു സെറ്റ് വേറെ, ഇതിങ്ങനെ ഓരോന്ന് ആക്കണ എന്തിനാ എന്ന് തോന്നുന്നു. അത് മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ വളർച്ച അനുസരിച്ചാണ് അവന് പല്ലുകൾ വരുന്നത്. മസ്തിഷ്ക വളർച്ച അനുസരിച്ച്, തിരിച്ചറിവുകൾ അനുസരിച്ചാണ് ഓരോ പല്ലുകളുടെയും വരവുണ്ടാകുന്നത്. അപ്പോൾ പല്ല് തേപ്പിന്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിക്കുന്നത് മസ്തിഷ്കമാണ്. മസ്തിഷ്കമാണ് അതിന്റെ ഗുണം ഏറ്റവും. പല്ലേക്കാത്തവന് യാതൊരു ബുദ്ധി ഉണ്ടാവില്ല എന്നർത്ഥം. പല്ലേക്കാത്തവന് ഒരു ബുദ്ധിയില്ല. സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു ചീർപ്പും ഒരു ബ്രഷും കൂടെ ഉണ്ടായിരുന്നു. അത് രണ്ട് തലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ ചീർപ്പും ബ്രഷും ഒന്ന് തന്നെയാണ് എന്നുള്ള വിശദീകരണം ഉണ്ട്. ബ്രഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെയാണ് മുടിയൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അറാക്കാണ് അന്നത്തെ നബിതങ്ങൾ അധികവും ഉപയോഗിച്ചിരുന്നത്. അറാക്കല്ലാത്ത ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പല്ല് തേക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത ചില സാധനങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠനത്തിൽ അത് വരുന്നുണ്ട്. എന്തൊക്കെയാണ് പല്ല്? ഒരു അസ്റുസുന്നത്ത് കയ്യിൻ്റെ വിരലുകൊണ്ട് തേച്ചാൽ കിട്ടുമെന്ന അഭിപ്രായമുണ്ട്. അത് കറാഹത്താണെന്നുള്ള അഭിപ്രായക്കാരുണ്ട്. കയ്യിൻ്റെ വിരലുകൊണ്ട് പല്ല് തേക്കൽ കറാഹത്താന്നുള്ള അഭിപ്രായക്കാരുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു അസ്റുസുന്നത്ത് അതുകൊണ്ട് കിട്ടും. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ വിരലുകൊണ്ട് തന്നെ തേച്ചാൽ, തുണി കൊണ്ട് തേക്കാം, തോർത്തിൻ്റെ തല ഇങ്ങനെ തിരിച്ചിട്ട് തേക്കാം, എന്നാലും കുഴപ്പമില്ല. നേർക്ക് നേരെ കയ്യിൻ്റെ വിരലുകൊണ്ട് തേക്കൽ കറാഹത്താന്നുള്ള അഭിപ്രായക്കാർ മോശക്കാരല്ല. വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം അനുസരിച്ച് തന്നെ അത് കറാഹത്താണ് എന്ന് വന്നിട്ടുണ്ട്. 6 വയസ്സോടുകൂടെയാണ് ഒരു കുട്ടിക്ക് സ്ഥിരമായ പല്ലുകൾ വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലച്ചോറിൻ്റെ വളർച്ച അനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. പല്ലുവേദന, പല്ലിൻ്റെ പുളിപ്പ്, താടിയെല്ലിൻ്റെ കടച്ചിൽ തുടങ്ങിയൊക്കെയാണ് പല്ലുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. എഴുതാം നമുക്ക് ഇൻഷാ അല്ലാഹ്, എഴുതുമ്പോൾ എഴുതാം. പിന്നെ പല്ലുവേപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ പല്ലുകളിൽ
വീതിയിലും നാവിൽ നീളത്തിലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേച്ചിരുന്നത്. അപ്പോൾ പല്ലിൽ ഇങ്ങനെ വീതിയിൽ തേക്കണം. മോണയ്ക്ക് കേട് പറ്റാതിരിക്കാൻ നല്ലതാണത്. നാവിന് നീളത്തിലും തേക്കണം. നാവ് ഇങ്ങനല്ല, നാവിന് നീളത്തിലാണ് തേക്കേണ്ടത്. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, പല്ല് തേപ്പ് എന്നത് പ്രാധാന്യമായതുപോലെ തന്നെ ഒരു പക്ഷേ അതിലേറെ പ്രാധാന്യമുള്ളതാണ് നാവ് വൃത്തിയാക്കുക എന്നത്. പല്ല് നമ്മളടുത്തൊക്കെ തേക്കും, പക്ഷെ നാവുമ്മ ശ്രദ്ധിക്കൂല. യഥാർത്ഥത്തിൽ ആമാശയത്തിൽ നിന്നും കയറി വരുന്ന അണുക്കൾ പല്ലിനേക്കാൾ കൂടുതൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് നാവിലാണ്. നാവിൽ കാണുന്ന പൂപ്പലുകൾ, വെള്ളയും മഞ്ഞയുമായ അടയാളങ്ങൾ തുടങ്ങിയവയെല്ലാം ആമാശയത്തിൽ നിന്ന് കയറി വന്നിട്ടുള്ള അണുക്കൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് നാവ് തേപ്പ് പ്രധാനമാണ്. പല്ല് തേപ്പിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മോണ തേപ്പാണ്. പല്ല് തേക്കുന്നതിൻ്റെ കൂടെ മോണയും തേക്കണം. അപ്പോഴാണ് രക്തോട്ടം ശരിയാവുള്ളൂ. പല്ല് കേടുവരുന്നതിൻ്റെ കാരണം അവിടേക്കുള്ള രക്തപ്രവാഹത്തിൻ്റെ പ്രശ്നമാണ്. അത് ശരിയാവണമെങ്കിൽ മോണയും അതിൻ്റെ കൂടെ തേക്കണം. അകത്തും പുറത്തുമുള്ള പല്ലിൻ്റെ മോണകളും അതോടനുബന്ധിച്ച് കൂട്ടി തേക്കണം. അപ്പോഴാണ് പല്ല് തേപ്പിൻ്റെ പരിപൂർണമായ രൂപം കിട്ടുക. പ്രവാചക വൈദ്യത്തിലെ നിർദ്ദേശമനുസരിച്ച് ചെറുനാരങ്ങ നീരും കല്ലുപ്പും ചേർത്തത് പല്ല് തേക്കാൻ ഏറ്റവും അനുയോജ്യമായൊരു സാധനമാണ്. ചെറുനാരങ്ങൻ്റെ നീരും കല്ലുപ്പും കൂടിയും ചേർത്ത വെള്ളം തൊട്ടിട്ട് ബ്രഷ്മ നനച്ചിട്ട് അതുകൊണ്ട് പല്ല് തേക്കൽ വളരെ നല്ല ഒരു സംഗതിയാണ്. ചെറുനാരങ്ങ നീര്, ചെറുനാരങ്ങയുടെ തോട് ഉണക്കിപ്പൊടിച്ചതും ഉപ്പും ചേർത്തുണ്ടാക്കുന്ന പൽപ്പൊടി പല്ല് തേക്കാൻ പ്രവാചക വൈദ്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട നല്ല ഒരു പൽപ്പൊടിയുമാണ്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ.